ടു ശ്രീമാത്സ്. ഞാൻ ഇന്ന് വിവിധ മത്സര പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള മാത്തമാറ്റിക്സിലെ കുറച്ച് ടോപ്പിക്കുകൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു ചതുരപ്പെട്ടിയുടെ 3 മുഖങ്ങളുടെ വിസ്തീർണം യഥാക്രമം എക്സ്, വൈ, ഇസഡ് ആയാൽ ആ ചതുരപ്പെട്ടിയുടെ വ്യാപ്തം √(x(y(z) ആയിരിക്കും. √(x(y(z) ആയിരിക്കും. ഒരു ചതുരപ്പെട്ടിയുടെ 3 മുഖങ്ങളുടെ വിസ്തീർണം യഥാക്രമം എക്സ്, വൈ, ഇസഡ് ആയാൽ ആ ചതുരപ്പെട്ടിയുടെ വ്യാപ്തം √(x(y(z) ആയിരിക്കും. ഒരു ചതുരപ്പെട്ടിയുടെ നീളം എക്സ് മടങ്ങും വീതി വൈ മടങ്ങും ഉയരം ഇസഡ് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം x(y(z) മടങ്ങാകും. ഒരു ചതുരപ്പെട്ടിയുടെ നീളം എക്സ് മടങ്ങും വീതി വൈ മടങ്ങും ഉയരം ഇസഡ് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം x(y(z) മടങ്ങാകും. ഇത് ഷോർട്ട് കട്ടാണ്, ഇത് ഓർത്തിരിക്കുക. ഒരു ചതുരസ്തംഭത്തിൻ്റെ അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണം യഥാക്രമം 8 cm², 12 cm², 6 cm² വീതം ആയാൽ അതിൻ്റെ വ്യാപ്തം, ചതുരസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്തെന്നാണ് ചോദ്യം. അതായത് ചതുരപ്പെട്ടിയുടെ 3 മുഖങ്ങളുടെ വിസ്തീർണം എക്സ്, വൈ, ഇസഡ് യഥാക്രമം x(y(z) ആയാൽ വ്യാപ്തം കാണാനുള്ള ഷോർട്ട് കട്ട് ഫോർമുല √(x(y(z). അതായത് ആദ്യത്തെ വിസ്തീർണം എക്സ് 8 × 12 × 6, അതായത് √576. 576 എന്നതിൻ്റെ സ്ക്വയറാണ് 24. 24 cm³ എന്ന് വരും വ്യാപ്തമായുണ്ട്. വിസ്തീർണമാണ് cm². cm³ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ചതുരപ്പെട്ടിയുടെ അല്ലെങ്കിൽ ചതുരസ്തംഭത്തിൻ്റെ അടുത്തടുത്ത 3 വശങ്ങളുടെ വിസ്തീർണം യഥാക്രമം 8, 12, 6 cm² വീതം ആയാൽ വ്യാപ്തം എത്രയാണെന്ന് ചോദ്യം. ചതുരപ്പെട്ടിയുടെ 3 മുഖങ്ങളുടെ വിസ്തീർണം യഥാക്രമം x(y(z) ആയാൽ ചതുരപ്പെട്ടിയുടെ വ്യാപ്തം കാണാനുള്ള ഷോർട്ട് കട്ട് ഫോർമുല √(x(y(z). അതായത് √8 × 12 × 6. 3 മുഖങ്ങളുടെ വിസ്തീർണം √576, 24. 576ൻ്റെ റൂട്ട് 24. 576ൻ്റെ റൂട്ട് 24 ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഫോം ഉണ്ട്. 24ൻ്റെ സ്ക്വയർ ആണെന്ന് അറിയാൻ 24ൻ്റെ സ്ക്വയർ. ഇങ്ങനെ വരുമ്പോൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. ആദ്യം 4ൻ്റെ സ്ക്വയർ എഴുതുക 16, പിന്നെ 2ൻ്റെ സ്ക്വയർ എഴുതുക 4, എന്നിട്ട് ഇത് 3 കൂടെ ഗുണിക്കുക 2, 4, 2, 2, 4, 8, 2, 16. എന്നിട്ട് ഒറ്റയുടെ സ്ഥാനം ഇട്ട് എഴുതിയിട്ട് വെറുതെ കൂട്ടിയാൽ മതി. 576. അപ്പോൾ 24ൻ്റെ സ്ക്വയറാണ് √500. അത് ചെക്ക് ചെയ്യാൻ ഈ മെത്തേഡ് പഠിച്ചിരുന്നാൽ മതി. വൃത്താകൃതിയിലുള്ള ഒരു വസ്തുവിൻ്റെ വിസ്തീർണം 49 π cm² ആയാൽ ചുറ്റളവ് എത്ര? അതായത് വിസ്തീർണം എന്ന് പറയാൻ πr². വൃത്താകൃതിയിലുള്ള അതിൻ്റെ വിസ്തീർണം πr² എന്ന് പറയുന്നത് 49 π. രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. r² = 49. r² 49 ആണെങ്കിൽ 6 എന്ന് പറയാം. √49 = 7. നമുക്ക് അതിൻ്റെ ചുറ്റളവ് അറിയണ്ട. ചുറ്റളവ് കാണാൻ വൃത്താകൃതിയിലുള്ളതിൻ്റെ ചുറ്റളവ്, വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്താണ്? വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2πr. അതായത് 2 × π × r. r എന്ന് പറയാം 7 ഈക്വൽ ടു 2 × π എന്ന് പറഞ്ഞാൽ 22/7 × 7. പൈയുടെ വില കൊടുക്കുന്നു. 22/7 എന്നോ 3.14 എന്നോ അത് നോക്കിയിട്ട് ഏതാ കട്ട് ചെയ്യാൻ എളുപ്പമുള്ള 22/7 കൊടുക്കുക. അവിടെ 7 കട്ടായിപ്പോൾ 22 × 2 44 cm വരിക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 44 cm. വൃത്താകൃതിയിലുള്ള ഒരു വസ്തുവിൻ്റെ വിസ്തീർണം 49 π cm² തന്നിട്ടുണ്ട്. അതിൽ അതിൻ്റെ ചുറ്റളവാണ് ചോദിച്ചേക്കുന്നത്. അതായത് πr². വിസ്തീർണം πr². വൃത്തത്തിൻ്റെ വിസ്തീർണം πr² = 49 π. അപ്പോൾ ഈ പൈ രണ്ടിടത്തും ഒരുപോലെ ഉണ്ടായിട്ട് കട്ട് ചെയ്താണ്. r² 49. അപ്പോൾ ആരം എത്ര വരും? √49 = 7. ചുറ്റളവ് കാണാനുള്ള ഫോർമുല വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr. 2 × π × r എത്ര? 7. ഇത് കണ്ടുപിടിച്ച് വെച്ച് 2 × പൈയുടെ വില 22/7 എന്ന് കൊടുക്കുക. അത് കാണാൻ പഠിക്കുക. അപ്പോൾ അത് വാല്യൂ 3.14 അല്ലേ. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇപ്പോൾ ടാങ്ക് ഏതാകൃതിയിലാണ്? നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. ചതുരസ്തംഭത്തിൻ്റെ ആകൃതിയിലാണ്. ചതുരസ്തംഭം
ഈ ആകൃതിയിലാണ് ടാങ്ക്. അപ്പോൾ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ലിറ്റർ വെള്ളം, അതായത് വോളിയമാണ് കാണേണ്ടത്, വ്യാപ്തമാണ് കാണേണ്ടത്. ചതുരപ്പെട്ടിയുടെ അല്ല ചതുരസ്തംഭത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല L/B/H, അതായത് നീളം ഗുണം വീതി ഗുണം ഉയരം. ഇത് ചതുരസ്തംഭത്തിൻ്റെ ആകൃതിയിലാണ് ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് വ്യാപ്തം, വോളിയം, L/B/H, അതായത് 5 മീറ്റർ ഗുണം 4 മീറ്റർ ഗുണം 2 മീറ്റർ, അതായത് 40 മീറ്റർ ക്യൂബ്. 40 മീറ്റർ ക്യൂബ് ഇവിടെ ലിറ്ററിലായതുകൊണ്ട് നമുക്ക് 1000 ഇട്ട് ഗുണിച്ചാൽ മതി. 1000 ലിറ്റർ, 40,000 ലിറ്ററാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് 40,000 ലിറ്റർ. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ, അതായത് 40 മീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ലിറ്ററിലാണ് ഓപ്ഷൻ, ഇതിൻ്റെ ഉള്ള ഇതാ വ്യാപ്തമല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കണമെങ്കിൽ 1000 ഇട്ട് ഗുണിക്കണം. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ. അങ്ങനെ 40 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 40,000 ലിറ്റർ. 40 × 1000 ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 40 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 40 × 1000 ലിറ്റർ, 40,000 ലിറ്റർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. വ്യാപ്തമാകാണ്ട് 5 മീറ്റർ ഗുണം 4 മീറ്റർ ഗുണം 2 മീറ്റർ, 40 മീറ്റർ ക്യൂബ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 40 മീറ്റർ ക്യൂബ് എന്ന് പറയാൻ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 40,000 ലിറ്റർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണം ഗുണിച്ചാൽ എന്ത് കിട്ടും? വിസ്തീർണം എക്സും വൈയും ഇസഡും ആണെന്നിരിക്കട്ടെ, അത് 3ഉം കൂടെ ഗുണിച്ചാൽ എക്സ് വൈ ഇസഡ്. ഒരു ചതുരപ്പെട്ടിയുടെ 3 മുഖങ്ങളുടെ വിസ്തീർണം എക്സ് വൈ ഇസഡ് ഇവയായാൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് V = √(x, y, z) ആണ്. അതിന് ഫോർമുല, ഷോർട്ട് കട്ട് ഫോർമുല. വ്യാപ്തം സമം √(x, y, z). അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്യാം. വ്യാപ്തം സ്ക്വയർ, 2 സൈഡും സ്ക്വയർ ചെയ്യുക, സമം √(x, y, z) ഹോൾ സ്ക്വയർ എന്ന് പറയാം. √(x, y, z) × √(x, y, z). 2 തവണ റൂട്ട് വന്നാൽ റൂട്ടം ക്യാൻസൽ ആകും. x, y, z, അതായത് x × y × z. അത് 3ഉം കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? വ്യാപ്തം സ്ക്വയർ, അതായത് ചതുരപ്പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ വർഗ്ഗം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗ്ഗം. വ്യാപ്തം സ്ക്വയർ, ചതുരപ്പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ വർഗ്ഗം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണങ്ങൾ ഗുണിച്ചാൽ എന്താ കിട്ടുക? 3 മുഖങ്ങളുടെ വിസ്തീർണങ്ങളോ എക്സ് വൈ ഇസഡ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ x × y × z ചോദിച്ചേക്കുന്നത്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ √(x, y, z), അതായത് വ്യാപ്തം സ്ക്വയർ എന്ന് പറഞ്ഞാൽ √(x, y, z) സ്ക്വയർ. അപ്പോൾ റൂട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും. √2 × √2 എന്ന് പറയുന്ന പോലെ √(x, y, z) സ്ക്വയർ എന്ന് പറഞ്ഞാൽ √(x, y, z) വരും. റൂട്ട് സ്ക്വയറും ക്യാൻസൽ ആകും. √(x, y, z) × √(x, y, z), അതായത് റൂട്ട് അങ്ങ് പോകും. x, y, z കിട്ടും. x, y, z ഇത് 3 ഗുണിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചേക്കണം. ഗുണിച്ചാൽ എന്തോ കിട്ടുന്നത്? വ്യാപ്തം സ്ക്വയർ, അതായത് വ്യാപ്തത്തിൻ്റെ വർഗ്ഗം, ചതുരപ്പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ വർഗ്ഗം. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ വർഗ്ഗം. 2 സംഖ്യകളുടെ ഗുണനഫലം സമം LCM × HCF. അത് ഓർത്തിരിക്കുക, ആ ഫോർമുല ഓർത്തിരിക്കുക. 2 സംഖ്യകളുടെ ഗുണനഫലം 2079 തന്നിട്ടുണ്ട്. ആദ്യത്തെ സംഖ്യ 189 തന്നിട്ടുണ്ട്. LCF തന്നിട്ടുണ്ട് 27. അതായത് ആദ്യ സംഖ്യ ഗുണം രണ്ടാം സംഖ്യ × HCF ആണ്. ആദ്യ സംഖ്യ എത്ര? 189 ഗുണം രണ്ടാമത്തെ സംഖ്യ. നമുക്ക് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തു. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് LCM എത്രയാണ്? 2079 ഗുണം HCF 27. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാം സംഖ്യ 2079 ഗുണം 27 കൂടെ കിടക്കുന്ന 189 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. ഇത് 2 9 വെച്ച് വെട്ടാൻ പറ്റും. ഇതെല്ലാം കൂടെ സംഖ്യകൾ കൂട്ടി നോക്കി 9ൻ്റെ ഗുണിതം 297 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 സംഖ്യകളുടെ ഗുണനഫലം സമം LCM × HCF. അതായത് 2 സംഖ്യകളുടെ LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു സംഖ്യയും തന്നിട്ടുണ്ട്. അതായത് ആദ്യ സംഖ്യ ഗുണം രണ്ടാം സംഖ്യ എന്ന് പറയുന്നത് LCM × HCF. ആദ്യ സംഖ്യ തന്നിട്ടുണ്ട് 189 ഗുണം രണ്ടാം സംഖ്യ എന്ന് പറയുന്നത് 2079 × HCF 27. അതായത് രണ്ടാം സംഖ്യ കാണാൻ കൂടെ കിടക്കുന്ന 189 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. അതായത് 2079
ഗുണം 27/189. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1/1/2015 വ്യാഴാഴ്ച ആയാൽ 1/1/2020 ഏത് ദിവസമായിരിക്കും? ഇത് മാസവും ഡേറ്റും ഒരേ ഇതാണ് വരുന്നത് രണ്ടിടത്തും 1/1/1. അങ്ങനെ വരുമ്പോൾ ഈ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണും. അതായത് 5 20 2020 2015. പിന്നെ എത്ര ഫെബ്രുവരി 29 വരുന്നത് നോക്കുക. അതായത് 2015 കഴിഞ്ഞാൽ പിന്നെ 2016 വരുന്നത് അതിവർഷം 4ൻ്റെ ഗുണിതം. അതായത് അതിൻ്റെ കൂടെ ഒരു ഫെബ്രുവരി 21 വരുന്നുണ്ട്. 2020 വരും. പക്ഷേ ഇവിടെ ജനുവരി 1 ആയതുകൊണ്ട് ഈ പീരീഡ് വരുന്നില്ല. അതുകൊണ്ട് 6 ഈ വ്യാഴത്തിൻ്റെ കൂടെ ഈ ഇത് കുറച്ചതും പിന്നെ ആ ഫെബ്രുവരി 21 ഒരു തവണ വരുന്നു. 6 കൂട്ടുക. അതായത് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതേപോലെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. 31/1/2004 ഞായറായാൽ 31/1/2007 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഈ മാസവും ഡേറ്റും തുല്യമായതുകൊണ്ട് ഇത് തമ്മിൽ കുറയ്ക്കുക. 3 കിട്ടും വ്യത്യാസം. 3 പിന്നെ എത്ര ഫെബ്രുവരി 29 വരുന്നുണ്ട്? ഇവിടെ 2004 അതിവർഷമായതുകൊണ്ട് ഈ ജനുവരി 31 കഴിഞ്ഞാൽ പിന്നെ 1 വരുന്നുണ്ടല്ലോ. അപ്പോൾ 1 പിന്നെ 2008 വരും. 4 വീതം കൂട്ടി നോക്കിയാൽ മതി. അപ്പം 3 പ്ലസ് ഒരു തവണ വരുന്നുള്ളൂ ഫെബ്രുവരി 29. അതുകൊണ്ട് 3 + 1 4. ഞായറിൻ്റെ കൂടെ 4 കൂട്ടുക. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴമാണ് ഉത്തരം. ഒരേ മാസവും ഒരേ ഡേറ്റും വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇയർ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. പിന്നെ എത്ര അതിവർഷം വരുന്നുണ്ട്? അതിൽ ഫെബ്രുവരി വരുന്നുണ്ട്. ഫെബ്രുവരി 29 വരുന്നത് ഫെബ്രുവരി മാസം വരുന്നത്. അപ്പോൾ ഒരു തവണയാണ് വരുന്നതെങ്കിൽ 1 കൂട്ടുക. 2 തവണ വരുന്നുണ്ടെങ്കിൽ 2 കൂട്ടുക. എന്നിട്ട് അത് ആ തന്ന ദിവസത്തോട് കൂട്ടിയാൽ